രാവിലെ തന്നെ താത്ത വിളിച്ചിട്ട് പറഞ്ഞു ഇന്നെല്ലാവർക്കും ഒഴിവല്ലേ നമുക്ക് കോഴിക്കോട് പോവാന്ന്. ഒരുപാട് തവണ കോഴിക്കോട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോഴും നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോണ പോലെയാണ്. അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല, പക്ഷെ എനിക്കെപ്പോഴും അങ്ങനെയാണ്. അവിടേക്ക് പോകുമ്പോൾ ഒരു മടുപ്പ് തോന്നലില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് ചായ അടിക്കാൻ വേണ്ടി കയറി. അതിനാണെങ്കിൽ അവിൽ മിൽക്ക് വേണം, അതേപോലെ ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞ് കരയായിരുന്നു. എനിക്ക് ഇപ്പോഴത്തെ പനി മാറിയതുകൊണ്ടേ നമ്മളതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ഇവർ രണ്ടാളും എവിടെ പോയി കഴിഞ്ഞാലും ഓടുതന്നെയായിരിക്കും, പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല, വെറുതെ അങ്ങനെ ഓടും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബലൂണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരു ബലൂൺ വാങ്ങിച്ചു. അത് അപ്പം തന്നെ കേടെടുത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2-3 മിനിറ്റ് മാത്രമായിരുന്നു അത് ഇതേപോലെ ലൈറ്റൊക്കെ കത്തി നിന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാവയാണെങ്കിലോ അവിടെ ചെന്നത് മുതലേ പട്ടം വേണമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു പട്ടമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് കല്ലുമ്മക്കായ, ഉപ്പിലിട്ടത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയാണെങ്കിലോ ഈ ഒരു ബലൂൺ കൊണ്ട് അങ്ങോട്ട് കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് പോരാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു താത്ത ഡ്രീം കേക്ക് വിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ 2 ഫ്ലേവർ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ചോക്ലേറ്റും അതേപോലെ റെഡ് വെൽവെറ്റ്. രണ്ടും അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ചോക്ലേറ്റ് ആണ് ഒന്നും കൂടി ഇഷ്ടമായത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബീച്ചിൽ നിന്നൊക്കെ പോകുന്നത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഡെലീഷ്യയിലാണ് കയറിയത്. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഐശുക്കുട്ടിക്കാണെങ്കിൽ ഒരു അമ്മിനിക്കുട്ടിനെ കിട്ടിക്കണു. അമ്മിനിക്കുട്ടി എന്ന് പറയുന്നത് അവിടെ അക്വേറിയത്തിലുള്ള മീനാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാം കഴിഞ്ഞൊരു 12:30 ആയപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.